WTCയുടെ ഫൈനലിൽ ഏത് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നതെന്നാണ് ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഫൈനലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് കാര്യമത്ര എളുപ്പമല്ല. അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ തോൽവി ഏറ്റുവാങ്ങിയതോടെ WTCയുടെ ഫൈനലിലേക്ക് എത്താൻ ഇന്ത്യ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. WTCയുടെ പട്ടികയിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയും തമ്മിൽ നടന്ന സീരീസ് മത്സരങ്ങളിൽ സൗത്ത് ആഫ്രിക്ക 2-0 ശ്രീലങ്കയെ പരാജയപ്പെടുത്തി സീരീസ് സ്വന്തമാക്കിയതോടുകൂടി WTCയുടെ പട്ടികയിൽ അടിമുടി മാറ്റമാണ് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയെ മറികടന്ന് സൗത്ത് ആഫ്രിക്ക പട്ടികയുടെ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. നിലവിലിപ്പോൾ സൗത്ത് ആഫ്രിക്ക 63.33 PCT സ്കോറുമായി 1-ാം സ്ഥാനത്തും ഓസ്ട്രേലിയ 60.71 PCT സ്കോറുമായി 2-ാം സ്ഥാനത്തും ഇന്ത്യ 57.29 PCT സ്കോറുമായി 3-ാം സ്ഥാനത്തുമാണുള്ളത്. ഇനി ഇന്ത്യക്ക് ഫൈനലിലേക്ക് എത്താനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യക്ക് ഇനി ഓസ്ട്രേലിയയുമായി ശേഷിക്കുന്ന 3 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് പാകിസ്ഥാനുമായിട്ടും ഓസ്ട്രേലിയക്ക് ശ്രീലങ്കയുമായിട്ടും 2 ടെസ്റ്റുകൾ അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് ബാക്കിയുണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് 1 ടെസ്റ്റ് മാത്രം ജയിച്ചാൽ തന്നെ ഫൈനൽ ഉറപ്പിക്കാം. എന്നാൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ടുള്ള ശേഷിക്കുന്ന 3 മത്സരവും വിജയിച്ചാൽ ഇന്ത്യക്ക് PCT 64.04 സ്കോറായി ഉയരുന്നതാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് ഫൈനലിൽ പ്രവേശിക്കാം. അല്ലെങ്കിൽ ഇന്ത്യ പരമ്പര 3-1 വിജയിച്ചാലും ഓസ്ട്രേലിയക്ക് മുകളിൽ ഫിനിഷ് ചെയ്ത് ഇന്ത്യക്കും ഫൈനലിലേക്ക് പ്രവേശിക്കാം. ഓസ്ട്രേലിയ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ 2-0 വിജയിച്ചാൽ പോലും ഓസ്ട്രേലിയ ഇന്ത്യയുടെ PCT സ്കോറിന് പിന്നിലാകുന്നുള്ളൂ. അങ്ങനെ വന്നാൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരിക്കും ഫൈനൽ നടക്കുക. ഇനി ഈ പരമ്പരയിൽ ഇന്ത്യ മറ്റൊരു ടെസ്റ്റ് കൂടി തോറ്റാൽ അപ്പോൾ ഇന്ത്യയുടെ PCT ഓസ്ട്രേലിയയേക്കാൾ താഴെയാകുന്നതാണ്. അങ്ങനെ വന്നാൽ ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പരമ്പരയുടെ ഫലത്തെ ആശ്രയിച്ചായിരിക്കും ഫൈനലിലേക്കുള്ള യോഗ്യത കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ ഫൈനലിലേക്ക് എത്തുമെന്ന കാര്യം അത്ര എളുപ്പമല്ല. ഇന്ത്യക്ക് ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.